ഉള്ളറിയാതെ തൊള്ള തുറന്നാൽ കിട്ടും മനുഷ്യരെ പ്രാക്ക്. ഊതി നിറച്ചു വലുപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക്. ഊതി നിറച്ചു വലുപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക്. ഒക്കെയും കീറച്ചാക്ക്. ഇഷ്ക് 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 എല്ലാരും ചൊല്ലണ ഇഷ്ക്. എല്ലാരും ചൊല്ലണ ഇഷ്ക്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്. ഇവർക്ക് അല്ലാഹനെ കിട്ടൽ റിസ്ക്. ഇഷ്ക് 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 റിസ്ക് റിസ്ക് എന്നേ പറഞ്ഞു. അല്ലാഹനെ കിട്ടലാന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പല്ലവി അവർക്ക് വേണ്ടി എഴുതിയാണെങ്കിലും അനുപല്ലവികളിലെ 1-2 രസമുള്ള ഭാഗങ്ങൾ കൂടി ഞാൻ പാടാം. പഠിക്കോട്ടെ. മൂക്കും തോറും സാവധാനം പാടാം. മൂക്കും തോറും മധുരിക്കുന്നൊരു സ്വർഗക്കനിയാണിഷ്ക്. സ്വർഗക്കനിയാണിഷ്ക്. മൂക്കാൽ പാടി മണിച്ചാൽ പോരാ കൽബിൽ കേറ്റിറക്ക്. മൂക്കാൽ പാടി മണിച്ചാൽ പോരാ കൽബിൽ കേറ്റിറക്ക്. കൊടികൾ കെട്ടിയ വണ്ടിയിൽ വേണം ആത്മീയതയുടെ ബ്രേക്ക്. കൊടികൾ കെട്ടിയ വണ്ടിയിൽ വേണം ആത്മീയതയുടെ ബ്രേക്ക്. കുടിലിന് പോലും കൊട്ടാരത്തിൻ പെയിന്റാണല്ലോ ഹലാക്ക്. പെയിന്റാണല്ലോ ഹലാക്ക്. ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. ഒരുപാട് വരികളുണ്ട് അതിൽ. അപ്പോൾ ലാസ്റ്റത്തെ അവസാനത്തെ വിവാദമായ വരികൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി പാടാം. അത് വിവാദം നോക്കാനൊന്നും ഇല്ല ഇതിൽ. എന്താ പറയുന്നത്? ന്യായം നോക്കി ഭീതം വെച്ചാൽ ഫിർഔന ഫിർദൗസ്. ഫിർഔന ഫിർദൗസ്. ന്യായം നോക്കിയിട്ട് ഭീതം വെച്ചാൽ ഫിർഔന് സ്വർഗം കൊടുക്കേണ്ടി വരും. ഏത് ന്യായം? ഫിർഔന്റെ ന്യായം, നമ്മുടെ ന്യായമല്ല. ഫിറഔൻ പല ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്വർഗം വേണം മൂസ. ഞാൻ നിന്റെ 35 വയസ്സ് വരെ ഞാനല്ലേ നോക്കിയത്. ഞാൻ നോക്കിയിട്ടല്ലേ നീ ഒരു പ്രവാചകനായത്. വേറെ ജിബ്രീൽ പോറ്റിയൊരു മൂസയില്ലേ? ജിബ്രീൽ വേറൊരു മൂസയെ അക്കാലത്ത് പോറ്റിയിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മൂസ സാമിരി എന്നാണ് പേര് അല്ലേ? മൂസ സാമിരി എന്ന് പറഞ്ഞൊരു ഒരു മൂസയുണ്ടായിരുന്നു. അയാളെ ഒരു കഥയാണ് കേട്ടോ. അതിലൊന്നും കിതാബ് എവിടെ, എത്ര പേജ് എന്ന് കണ്ണൂരിട്ട് എൻ്റെ നേരെ വരരുത്. ആ മൂസ സാമിരി പ്രസവിക്കപ്പെട്ട ഒരു ജാരസന്തതിയായിരുന്നു. അതിൻ്റെ അമ്മ കാട്ടിലെവിടെയോ ഉപേക്ഷിച്ചു. അള്ളാഹ്ക്ക് എന്ത് ജാരസന്തതി അല്ലേ? അള്ളാഹുവിന് എല്ലാ സൃഷ്ടിജാലങ്ങളോടും കരുണയാണ്. അവൻ ആ ജാരസന്തതിയാണെന്ന് കരുതിയിട്ട് കാട്ടിൽ ഉപേക്ഷിക്കാൻ വിട്ടില്ല. കരുണ്യവാനായ റബ്ബ് ജിബ്രീലിനെയാണ് നിയോഗിച്ചത്. ആരെ? പ്രവാചകന്മാർക്ക് വഹയി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ മലക്കിനെ, ഒരു ജിന്നിനെ, ഒരു ഉറുമ്പിനെ വിട്ടാൽ മതി. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം അത് അങ്ങനെ കടൽ പോലെ പരന്നൊഴുകുന്നു എന്ന് സൂഫികൾ വിശ്വസിക്കുന്നു. ജിബ്രീലിനെ തന്നെ പോറ്റാനയച്ചു. ജിബ്രീൽ ആ കുട്ടിയെ പോറ്റി വളർത്തി അല്ലേ? അപ്പൊ ജിബ്രീൽ വളർത്തിയ കുട്ടി മൂസ സാമിരി എന്ന് പറഞ്ഞാൽ കാഫിറായി പോയി. അതൊന്നും ഇവിടെ ചോദിക്കാൻ ആളില്ല. ഞാൻ വളർത്തിയ ഒരു മൂസ ഇവിടെ പ്രവാചകനായിട്ട് പരിലസിക്കുന്നു എന്നാണ് ഫിറൗന്റെ ന്യായം. ആ ന്യായം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് സ്വർഗം കൊടുക്കേണ്ടി വരില്ലേ? പക്ഷെ കൊടുക്കൂല എന്നാ പറഞ്ഞത്. ചില ആൾക്കാർ വിചാരിച്ച് കൊടുക്കുന്നു. ന്യായം നോക്കി വീതം വെച്ചാൽ ഫിർഔന ഫിർദൗസ്. ഫിർഔന ഫിർദൗസ്. നിയമം പോലെ നടന്നാൽ ഖുത്ബുൽ അഖ്താബാണ് ഇബ്ലീസ്. നിയമം പോലെ നടന്നാൽ ഖുത്ബുൽ അഖ്താബാണ് ഇബ്ലീസ്. പേടിക്കൊന്നും വേണ്ട. നിയമം പോലെ നടന്നാൽ അല്ലേ? നടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അയാൾ ഖുത്ബുൽ അഖ്താബാണെന്ന് പറയേണ്ടതില്ല. അപ്പൊ ഞാൻ ഇബ്ലീസിനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടും എന്നെ ചീത്ത പഠിച്ച ആൾക്കാരുണ്ട്. അവരാരുടെ ആൾക്കാരെന്ന് എനിക്കറിയില്ല. ഞാൻ നരകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇബ്ലീസിനെ നിസ്സാരാക്കിയപ്പോഴും ചീത്ത പറഞ്ഞതാണ് എന്നെ. അപ്പൊ ഞാൻ വിളിച്ചാളോട് ചോദിച്ചപ്പോൾ എന്താ ഇബ്ലീസുകൾ വലിയ നരകങ്ങളുടെ അറവാടാണെന്ന് ചോദിച്ചു.
അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്നേക്കാൾ പണ്ടൊരു കവി പാടിയിട്ടുണ്ട്, എന്താ അറിയോ? ജ്ഞാനത്തിന് തഖ്വയില്ലാതെ വല്ല ശറഫും ഉണ്ടായിരുന്നുവെങ്കിൽ ലകാന അഷ്റഫൽ ഖൽഖി ഇബ്ലീസ്, ഇബ്ലീസ് അഷ്റഫുൽ ഖൽഖ് ആകുമായിരുന്നു. ഞാൻ അഷ്റഫുൽ ഖൽഖ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറും നരകം നിയമം പോലെ നടന്നാൽ ഖുതുബുൽ അഖ്താബാണി ഇബ്ലീസ്, അഖ്താബാണി ഇബ്ലീസ്. ചലനം നോക്കും ക്യാമറ കൊണ്ടളക്കാമോ ഈ ഇഖ്ലാസ്, ചലനം നോക്കും ക്യാമറ കൊണ്ടളക്കാമോ ഈ ഇഖ്ലാസ്. ചില്ലുകളിട്ട പള്ളികളിൽ ചിലതോ കുലുമാല പീസ്, ചില്ലുകളിട്ട പള്ളികളിൽ ചിലതോ കുലുമാല പീസ്, ഓ കുലുമാല പീസ്. ഇഷ്ക് 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 എല്ലാരും ചൊല്ലണ ഇഷ്ക്, എല്ലാരും ചൊല്ലണ ഇഷ്ക്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്. ഇവർക്ക് അല്ലാഹനെ കിട്ടൽ റിസ്ക് റിസ്ക്. ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. ധാരാളം വരികൾ ആ പാട്ടിലുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സമയക്കുറവിൻ്റെ പേരിലും പല പേരിലും ചില പാട്ടുകളൊക്കെ മനഃപൂർവ്വം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ പാടിയത്. അപ്പം അതുകൊണ്ട് ഈ സദസ്സിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ അത് ഞാൻ വ്യത്യാസപ്പെടുത്തിയതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും 1-2 പാട്ടുകൾ പാടണമെന്നുണ്ടായിരുന്നു. ഒറ്റ പാട്ടും കൂടെ പാടാം, പാടിക്കോട്ടെ, എന്നിട്ട് നമുക്ക് നിർത്താം. അതെയാ, നിങ്ങൾ ഇരിക്കോ? ഇത്ര സമയം ഇരിക്കോ? പുലർച്ചെ വരെ ഇരിക്കോ? എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പുലർച്ചെ 4 മണിക്ക് കൊടുവള്ളിയിലേക്ക് എന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ സദസ്സിന്റെ ആഗ്രഹപ്രകാരം 4 പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒരു പാട്ടിന്റെ 4 വരി പാടി. ആവേശത്തിന് ഏറ്റവും നന്ദിയുള്ളവനാണ്. എന്നെ പോലെയുള്ള ഒരു ചരട്ട ശബ്ദത്തിന്റെ പാട്ട് നിങ്ങൾ ഇത്രയും ആസ്വദിച്ചിരുന്നല്ലോ. അത് എന്നെ സന്തോഷിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ ഒരു പിഷ്കുമില്ലെന്നറിയാം. നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഒരു റിസ്ക്കുമില്ലെന്ന് എനിക്കറിയാം. അള്ളാഹു സ്വർഗത്തിന്റെ അനുയായികളാക്കി തീർക്കുമാറാവട്ടെ. വേണ്ടേ ആർക്കൊരു ആമീൻ? ഇതൊക്കെ നേരത്തെ കിട്ടി ബോധിച്ച പോലത്തെ ഒരു ഇരുത്തമാണ്. ആ ഒരു ആമീനൊക്കെ പറയാം, പറഞ്ഞൂടെ? ആമീൻ ഇപ്പോഴല്ല, ദ്വാരക്കുമ്പോ പറഞ്ഞാൽ മതി. വെറുതെ ആമീൻ പറയും. സൂഫിസത്തില് പൊള്ളയായ വാക്യങ്ങളൊന്നുമില്ല. സൂഫിസത്തെ കുറിച്ച് മഹാരഥന്മാർ പറയുന്നത് അതിന് 2 ശൈലിയുണ്ട്. ഒന്ന് നമ്മുടെ ജീവിത ശൈലി. ജീവിത ശൈലിയിൽ സൂഫിസം കലർത്തുക എന്നുള്ളത് എല്ലാവർക്കും എളുപ്പമാണ്. നാം നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കുക, ആ ചുറ്റുവട്ടത്തിന്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അതാണ് സൂഫിസം. അല്ലാതെ നമ്മൾക്ക് കുറെ എഴുതി പഠിപ്പിക്കപ്പെട്ട ജ്ഞാനങ്ങളിൽ നാം അഭിരമിക്കാതെ നമ്മുടെ പരിസരങ്ങളെ കണ്ടിഷ്ടപ്പെടുക. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കാൻ സൂഫിസം പഠിപ്പിക്കും. ഒരു കുഞ്ഞുറുമ്പിൻ കൂട്ടത്തെ കുറിച്ചുള്ള പാട്ടാ പാടുന്നത്. ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു സൂഫി കഥയും കൂടെ പറയാം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് ഈന്തപ്പഴം വാങ്ങി. ഈന്തപ്പഴം കണ്ടിട്ടില്ലേ? ഉണ്ടോ? അദ്ദേഹം അന്ന് നടന്ന് യാത്ര ചെയ്യുന്ന കാലം ഈന്തപ്പഴം വാങ്ങി 100 കിലോമീറ്ററുകൾ അപ്പുറം നടന്നുപോയി തുറന്നു നോക്കുമ്പോൾ അതിലൊരു കുഞ്ഞു ഉറുമ്പ്. അള്ളാഹുവേ, ഈ ഉറുമ്പ് അന്ന് ബസ്രയിൽ നിന്ന് ഈ പൊടിയിൽ കയറി കൂടിയതായിരിക്കുമല്ലോ.
ഒറ്റയ്ക്കൊരു കുഞ്ഞുറുമ്പിനെ കണ്ടപ്പോൾ ഹൃദയം പിടച്ചുപോയി. ഇതിന്റെ കൂട്ടുകാർ, ഈ കുഞ്ഞുറുമ്പിന്റെ കുടുംബക്കാർ, ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളവർ, ഇതിന്റെ അമ്മ, ഇതിന്റെ അച്ഛൻ ഒക്കെ ഉണ്ടാവില്ലേ? ഉറുമ്പിനും ഉണ്ടാവില്ല? അതൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അല്ലാണ്ട് ഉറുമ്പിങ്ങനെ. അപ്പോ ഇതിന് അങ്ങ് 100 കിലോമീറ്റർ അപ്പുറം ബസറയിലാണല്ലോ. ഞാൻ ഇവിടെ ഈ മരുഭൂമിയിൽ ഇറക്കി വിട്ടാൽ അതിന്റെ കൂട്ടുകാരെ കാണാൻ കഴിയില്ലല്ലോ എന്ന് തോന്നുന്നൊരു ഹൃദയമാണ് സൂഫിക്കുണ്ടാവേണ്ടത്. ഒരു കുഞ്ഞുറുമ്പിനോടും പ്രണയം തോന്നണം. അദ്ദേഹം തിരിച്ചു നടന്നു ആ ഉറുമ്പും കുഞ്ഞുമായിട്ട്. ചെറിയ ഒരു ഉറുമ്പും കുഞ്ഞിനു വേണ്ടി 100 കിലോമീറ്ററോളം തിരിച്ചു നടക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അതാണ് സൂഫിസം. ഒരു ചെറിയ ഉറുമ്പിന് വേണ്ടിയിട്ട് 100 കിലോമീറ്ററും തിരിച്ചു നടക്കാനുണ്ടാവുന്ന ഒരു മനസ്ഥിതി, ആ മനസ്ഥിതിക്കാണ് സൂഫിസം എന്ന് പറയുന്നത്. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാവണം. നമ്മുടെ പരിസരത്തുള്ള ഓരോ ഇലയനക്കവും നമുക്കപ്പോൾ കേൾക്കാൻ സാധിക്കും. മനസ്സ് ശാന്തമായില്ലെങ്കിൽ നമ്മളെ ചുറ്റുഭാഗത്ത് നമ്മുടെ ഉള്ളിലെ നിലവിളി പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പൊ മനസ്സ് ശാന്തമാവാൻ സൂഫികളെ അനുഗമിക്കുക. ശാന്തമായാൽ അങ്ങകലെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച പോലും നമുക്ക് അനുഭവവേദ്യമാകും. ഒരു കുഞ്ഞുറുമ്പിന്റെ ചെറിയ കരച്ചിൽ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. സത്യമാണ്. ഒരു ഉറുമ്പ് തന്റെ അനുയായികളോട് പറഞ്ഞു, സുലൈമാൻ വരുന്നുണ്ട്. ഖുർആനിലുള്ളതാ അല്ലേ? കേട്ടില്ല കഥ? സുലൈമാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും മാളത്തിൽ ഒളിക്കുക, കാരണം അവർ നമ്മെ ചവിട്ടി മെതിച്ചേക്കാം, അവരറിയുന്നില്ല എന്നൊരു ഉറുമ്പ് എത്രയോ കിലോമീറ്റർ തന്റെ അനുയായികളോട് പറയുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം